കേരളത്തിലെ രാഷ്ട്രീയ ബോധമുള്ള ജനങ്ങൾ കുത്തിക്കൊല്ലുകയായി പിണറായി വിജയൻ സർക്കാർ. അവർ അവരുടെ ചൂണ്ടുവിരലിൽ മഷി പുരട്ടിക്കൊണ്ട് അവരാഞ്ഞു കുത്തി. എനിക്ക് ഓർമ്മ വരുന്നത് ആ ദിവസത്തെ, അതായത് വോട്ടെടുപ്പ് നടന്ന ദിവസത്തെ ഒരു പ്രമുഖ പത്രം തലക്കെട്ട് അങ്ങനെയായിരുന്നു: ജനങ്ങൾ ആഞ്ഞു കുത്തി എന്നായിരുന്നു കൊടുത്തത്. ശരിയാണ്, ആഞ്ഞു കുത്തിയത് പിണറായി വിജയന്റെ ധാർഷ്ട്യത്തിന്റെ മുകളിലാണ്. പിണറായി വിജയന്റെ മാത്രമല്ല, പിണറായി വിജയന്റെ മരുമോന്റെയും. എന്ന് പറഞ്ഞാൽ പിണറായിസം, മരുമോനിസം. PV അൻവർ പറഞ്ഞ ആ രണ്ട് വാക്കുകൾ, അതായത് പിണറായിസത്തെയും മരുമോനിസത്തെയും തകർക്കാനാണ് ഞാൻ ഈ പോരാട്ടത്തിന് ഇറങ്ങിയത് എന്ന് അൻവർ പറയുകയുണ്ടായി. ബേപ്പൂരില് അൻവർ പരാജയപ്പെട്ടു എന്നാണ് അൻവർ പറയുന്നത്, അൻവറിന്റെ ടീം പറയുന്നത്, ഒക്കെ പറയുന്നത്. പക്ഷെ ഞാൻ കരുതുന്നു ബേപ്പൂരിൽ അൻവർ പരാജയപ്പെട്ടിട്ടില്ല. ബേപ്പൂരിൽ അൻവറാണ് ജയിച്ചത്. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കണം, മരുമോൻ, സർവപ്രതാപിയായ മരുമോൻ, അല്ലെ, അങ്ങനെയാണ് പറയേണ്ടത്. എന്ന് പറഞ്ഞാൽ മരുമോന് ടൂറിസത്തിന്റെയും ചുമതലയുണ്ട്, പൊതുമരാമത്ത് വകുപ്പിന്റെയും ചുമതലയുണ്ട്. എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പൈസ എവിടെയൊക്കെ അടിച്ചു മാറ്റാൻ പറ്റുമോ അത്തരം എല്ലാ കാര്യങ്ങളിലും എക്സ്പേർട്ടായ മരുമോൻ. ഈ ഏറ്റവും അവസാനമാണ് നമ്മുടെ ബിജു പ്രഭാകറുടെ പുസ്തകത്തിൽ പറയുന്നു, ഒരൊറ്റ റോഡിന്, നിങ്ങൾ മനസ്സിലാക്കണം, ഒരൊറ്റ റോഡിന്. ഞാൻ പറയുന്നത് ബേപ്പൂരില് നിങ്ങൾ വോട്ട് ചെയ്ത് നിങ്ങൾ വിജയിച്ചു എന്നൊക്കെ നിങ്ങൾ കരുതുന്ന റിയാസ് ഉണ്ടല്ലോ, ആ റിയാസ് ഒറ്റ റോഡിന് 265 കോടിയുടെ ഒരു റോഡിന് 65 കോടിയാണ് മന്ത്രിയുടെ ഓഫീസിൽ വെച്ച് ഒരു ഫയൽ തിരുത്തിക്കൊണ്ട് അടിച്ചു മാറ്റിയത് എന്ന് പറഞ്ഞത് ഞാനല്ല, ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശനല്ല. അക്കാലത്ത് പൊതുമരാമത്ത് വകുപ്പിന്റെ സെക്രട്ടറി ആയിരുന്ന ബിജു പ്രഭാകറാണ് പറയുന്നത്. ആ ബിജു പ്രഭാകർ എഴുതിയ പുസ്തകത്തിലാണ് പറയുന്നത് ഇത്തരത്തിലുള്ള തീവെട്ടി കൊള്ളകളുടെ, എന്ന് പറഞ്ഞാൽ കേരളത്തെ കട്ടുമുടിക്കുന്നതിൽ പിണറായി വിജയനും മരുമകൻ റിയാസും ഇവിടെ മത്സരിക്കുകയായിരുന്നു. ആ റിയാസാണ് ബേപ്പൂരിൽ ജയിച്ചു എന്ന് നിങ്ങൾ കരുതുന്നു അല്ലേ? ഞാൻ യഥാർത്ഥത്തിൽ കരുതുന്നു ഇവിടെ മൊട്ടയടിച്ച് കാതിൽ കമ്മലുമിട്ട് നടക്കേണ്ടത് അൻവറല്ല, അത് റിയാസ് തന്നെയാണ്. വല്ല സംശയമുണ്ടോ? കഴിഞ്ഞ തവണ 28,747, എനിക്ക് വളരെ കൃത്യമായ കണക്ക് ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. 28,747 വോട്ടിനാണ് ബേപ്പൂരിൽ നിന്ന് റിയാസ് ജയിച്ചത്. ഇത്തവണ എത്രയാണെന്നറിയോ ഭൂരിപക്ഷം? 7,487. ഉളുപ്പുണ്ടോ റിയാസെ? എന്താ പറയാ, ഒരു മുഖ്യമന്ത്രിയുടെ തണലിൽ അയാളുടെ എല്ലാവിധ ദൗർബല്യങ്ങളും ചൂഷണം ചെയ്തുകൊണ്ട് നിനക്ക് ഇവിടെ അർമാദിക്കാൻ വേണ്ടിയിട്ട് ഒരു മണ്ഡലത്തിലെ ജനങ്ങളെ മുഴുവൻ നീ കബളിപ്പിക്കായിരുന്നില്ലേ? ഇവിടെ നീ വലിയ വികസന നായകൻ എന്നാണ് പറഞ്ഞത്. ബേപ്പൂരിനെ ആകെ മാറ്റിമറിച്ചു വികസന നായകൻ. കോടികൾ ഇവിടെ ചെലവാക്കി. നീ ചെയ്ത കള്ള പരസ്യങ്ങൾ, നീ ചെയ്ത കള്ള പ്രഹസനങ്ങൾ, അവസാനം അത് തിരുത്താൻ അൻവർ വേണ്ടി വന്നു. അൻവർ ഇവിടുത്തെ ആശുപത്രികളിലൂടെ, ഇവിടുത്തെ സാധാരണ തെരുവുകളിലൂടെ, ഇവിടുത്തെ ബോട്ട് ജെട്ടികളിലൂടെ, അല്ലെങ്കിൽ ഇവിടുത്തെ തുറമുഖങ്ങളിലൂടെ അൻവർ സഞ്ചരിച്ചുകൊണ്ട് അൻവർ പറഞ്ഞു, ഇവിടെ ഒരു തരത്തിലുള്ള വികസനവുമില്ല, ഇവിടെയുള്ള ജീർണതകൾ ഒന്നൊന്നായി അൻവർ ചൂണ്ടിക്കാട്ടിയപ്പോഴാണ് ബേപ്പൂരുകാർ മുഴുവനും മദ്യമറന്നിരിക്കുകയായിരുന്നു മരുമോന്റെ കള്ള പ്രചാരണത്തിൽ. പച്ചക്കുപ്പായവും ഇട്ടുകൊണ്ട് ഇവിടുത്തെ മാധ്യമം പത്രത്തിലും, അല്ലെങ്കിൽ അങ്ങനെയായിരുന്നു. ഇത് പറഞ്ഞ വർഗീയമായി തനിക്ക് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വില കുറഞ്ഞ ഉളുപ്പില്ലാത്ത പണികളായിരുന്നു താൻ ചെയ്തത്. എന്നിട്ട് അവസാനം കിട്ടിയത് നിനക്ക് 7,400 വോട്ടുകൾ അല്ലേ? 7,400 വോട്ടുകൾ. മരുമോൻ, നീ യഥാർത്ഥത്തിൽ നീ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് വീഴുകയാണ് ചെയ്തത്. നീ മാത്രമല്ല, നിന്റെ അമ്മായിയച്ഛനും 6 റൗണ്ടുകൾ എണ്ണിയപ്പോ എവിടെയായിരുന്നു അല്ലെ? വിറക്കുകയായിരുന്നു, കാരണഭൂതം വിറക്കുകയായിരുന്നു. 6 റൗണ്ടുകളിലും പിന്നിലായിരുന്നു. കേരളത്തിലൊന്നും അറിയപ്പെടാതിരുന്ന ഒരു സാധാരണക്കാരനായ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ മുന്നിൽ കാരണഭൂതം എന്ന് പറയുന്ന ഏറ്റവും വലിയ ഒരു രാക്ഷസ രാജാവ് എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു തിരുമണ്ടൻ ഇവിടെ പരാജയപ്പെടുകയായിരുന്നു. എന്നിട്ട് അതിനുശേഷമാണ് എത്രയാണ് ഭൂരിപക്ഷം പിണറായി വിജയന്റെ? 19,427. നിങ്ങൾ ആലോചിക്കണം, കഴിഞ്ഞ പ്രാവശ്യം 50,123 വോട്ടുകൾ നേടിയ പിണറായി വിജയൻ ഇപ്രാവശ്യം കിട്ടിയത് 19,427 അല്ലേ? ഞാൻ അത്ഭുതപ്പെടുന്നത് അറിയോ? അമ്മയത്തിന്റെയും മരുവാന്റെയും ഭൂരിപക്ഷം കൂട്ടിയാലും ജി സുധാകരന്റെ ഭൂരിപക്ഷത്തിന്റെ അടുത്തെത്തില്ല. ജി സുധാകരൻ എന്ന് പറയുന്ന വിപ്ലവകാരി, ആ സിപിഎമ്മിന്റെ നെറികേടുകൾ തുറന്നു കാണിച്ചുകൊണ്ട് പുറത്തേക്ക് വന്ന ജി സുധാകരൻ ഉണ്ടല്ലോ, ജി സുധാകരൻ അമ്പലപ്പുഴയിൽ എന്തൊക്കെയായിരുന്നു സലാം പറഞ്ഞത്? വോട്ടെണ്ണലാണ്ട് കഴിയട്ടെ, എന്നിട്ട് ഞാൻ അങ്ങോട്ടേക്ക് എനിക്ക് തുടർക്കഥകൾ പറയാനുണ്ട്. ആരെക്കുറിച്ച്? ഈ പറയുന്ന ശുദ്ധനായ അഴിമതി രഹിതനായ ജി സുധാകരനെ കുറിച്ച് എനിക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ടെന്ന് പറഞ്ഞ സലാം എന്ന് പറഞ്ഞ എക്കാലത്തെയും ക്രിമിനലുകളെ ഇവിടെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്ന, എന്ന് പറഞ്ഞാൽ ഏറ്റവും സംശുദ്ധനായ രാഷ്ട്രീയ നേതാവായ ഈ
ജി സുധാകരനെതിരെ കള്ളപ്രചാരണങ്ങൾ നടത്തിയ എച്ച് സലാം പൊട്ടിപ്പാളീസായത് എത്ര വോട്ടുകൾക്ക്? 27,935 വോട്ടുകൾ. ശ്രദ്ധിക്കും നിങ്ങൾ, എച്ച് സലാമിന് 27,935 വോട്ടുകൾക്കാണ് ജി സുധാകരൻ പരാജയപ്പെടുത്തി കേട്ടോ. ഇവിടെ അമ്മായിസിന്റെയും മരുവാന്റെയും ഭൂരിപക്ഷം കൂട്ടിയാലും അത്ര വരില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഇവരുടെ ഈ ബേപ്പൂരിൽ ജയിച്ചു അല്ലെങ്കിൽ ധർമ്മടത്തിൽ ജയിച്ചു എന്നുള്ളത് ഇനി മുതൽ മിണ്ടിപ്പോകരുത്. മിനിമം നിങ്ങൾ ചെയ്യേണ്ടത് മൊട്ടയടിച്ചുകൊണ്ട് നടക്കുകയാണ്. എന്നിട്ട് ഞങ്ങൾ ചെയ്തു പോയ അപരാധത്തിന് മാപ്പാക്കണേ എന്ന് ഇവിടുത്തെ വോട്ടർമാരോട് പറയുകയാണ് വേണ്ടത്, അല്ലേ? റിയാസാണ് ആദ്യം ചെയ്യേണ്ടത്. എന്തൊക്കെയാണ് ഈ മണ്ഡലത്തിൽ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ? നീ റോഡുകളും പാലങ്ങളും എന്തോ നിർമ്മിച്ചതൊക്കെ പറയുന്നത്, നീ നിർമ്മിച്ച 3 പാലങ്ങൾ തകർന്നു വീണില്ലടോ. ഈ വരുന്ന UDF സർക്കാർ ചെയ്യേണ്ടത് ഈ പറയുന്ന തീവെട്ടിക്കൊള്ളകൾ അന്വേഷിക്കേണ്ടതാണ്. ഈ റിയാസ് ചെയ്ത പാലങ്ങൾ, റിയാസ് നിർമ്മിച്ചു എന്ന് അവകാശപ്പെടുന്ന പാലങ്ങൾ 3 പാലങ്ങളാണ് തകർന്നു വീണത്. ഇതിന്റെ പിന്നിലുള്ള അഴിമതികൾ, തകരാൻ പോകുന്ന ഫറൂഖ് പഴയപാലം പെയിന്റ് അടിച്ച് കോടികൾ വെട്ടിപ്പ് നടത്തിയ UDF മന്ത്രിസഭ അധികാരമേറ്റ് കഴിഞ്ഞാൽ കാരണഭൂതത്തിനെതിരെയും മരുവാനെതിരെയും ഇവിടെ നടത്തിയ വൻ കൊള്ളകൾ, വെട്ടിപ്പുകളെ സംബന്ധിച്ചുള്ള അന്വേഷണം വന്നു കഴിഞ്ഞാൽ രണ്ടുപേരും മോള് നേരത്തെ തന്നെ ജയിലിലേക്ക് പോകാനുള്ള വഴികളൊക്കെ ഒരുക്കുന്നുണ്ട്. SFI അന്വേഷണമൊക്കെ ഏറ്റവും ഊർജ്ജസ്വലമായി ഇനിയാണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. ഇനി BJP-ക്കാർ, ഇനി മോദിക്ക് നിങ്ങളെ വേണ്ട കേട്ടോ, ഇനി മോദിക്ക് നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞാൽ മോളിത ജയിലിലേക്ക് പോകാൻ വേണ്ടി പോകുന്നു, കാരണഭൂതം ഇതാ പോകാൻ പോകുന്നു. ഈ ഏറ്റവും വലിയ PWD ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് നടത്തിയ ഏറ്റവും വലിയ അഴിമതികൾ, ഇതിന് ഏറ്റവും വലിയ തെളിവെന്ന് പറയുന്നത് ഈ മുൻ IAS ഉദ്യോഗസ്ഥനായ ബിജു പ്രഭാകർ തന്നെ പറയുന്നു. ഇത്തരത്തിലുള്ള വെട്ടിപ്പുകൾ കണ്ടുപിടിച്ചപ്പോഴാണ് ബിജു പ്രഭാകറുടെ സ്ഥാനത്ത് നിന്ന് മാറ്റിയത്. ഇതൊക്കെയാണ് വരും ദിവസങ്ങളിൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് മോനെ റിയാസെ, വല്ലാണ്ട് തുള്ളണ്ട. നിന്റെ ഈ കൈയൊക്കെ ഇങ്ങനെ തുഴഞ്ഞുള്ള നടത്തൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നിർത്തുന്നതാണ് നല്ലത്. കാരണം നീയൊക്കെ പോകാൻ പോകുന്നത് ജയിലിലേക്കാണെന്ന് ഓർമ്മിച്ചോ. അത് മാത്രമാണ് ഈ രാത്രി എനിക്ക് ഇന്നത്തെ ആദ്യത്തെ ഈ വീഡിയോയിൽ പറയാനുള്ളത്. ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ നമുക്ക് പറയാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.